എങ്ങോട്ടാ? ഞാൻ പറഞ്ഞില്ല അവരോടൊന്നും ചോദിക്കരുതെന്ന്. ഞാനൊന്ന് നോക്കട്ടെ അയാള് പോയോന്ന്. ആ പപ്പൻ കാണാൻ പറ്റാത്ത കാഴ്ച കാണുവാണെങ്കിൽ കയ്യോടെ പിടിക്കണമല്ലോ. ഉണ്ണിയേട്ടാ, എന്താ ഉണ്ണി കിടന്നില്ലേ? കിടന്നു. എന്നിട്ട് ചില ശബ്ദങ്ങൾ കേട്ടുണർന്നതാ. എടുത്തി ഉറങ്ങില്ലേ? പുറത്ത് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടു. ആരോ ജനാലയിലൂടെ ഇടയ്ക്കിടയ്ക്ക് ടോർച്ചടിക്കുന്നുണ്ടായിരുന്നു. അതെ, അതാ ഞാൻ ഉണർന്നു വന്നത്. കള്ളന്മാരുടെ ശല്യം കൂടിക്കൂടി വരിക. എന്നുവെച്ചാ ആരുടെയും കയ്യിൽ പൈസ ഇല്ലല്ലോ. ഇത് കള്ളന്മാരാണോന്ന് എനിക്ക് സംശയമുണ്ട്. പകല് വരാൻ പറ്റാത്ത ആരോ ഇരുട്ടിനെ മറയാക്കി വന്നതാവും. ഉണ്ണി എന്തോ മനസ്സിൽ വെച്ചുകൊണ്ടാ സംസാരിക്കുന്നത്. എന്റെ വാക്കിപ്പോ ഇടത്തേക്ക് മനസ്സിലാവില്ല. കള്ളം ചെയ്യുന്നവരാരായാലും അങ്ങനെ തന്നെയാ. സത്യങ്ങൾ കേൾക്കുമ്പോ ആദ്യമായി കേട്ട പോലെ നടിക്കും. ഉണ്ണിയുടെ ഭാര്യയെ കാണുന്ന പോലെ മറ്റുള്ളവരെ കാണാൻ നോക്കരുത്. അവൾ ഉറങ്ങിയോ? അതെന്തിനാ ഏടത്തി അറിയുന്നത്? എന്തായാലും ഏടത്തി ഉറങ്ങിയില്ലല്ലോ. എന്റെ മേൽ പഴിചാരിയിട്ട് നീ ആരെയും വെള്ളപൂശാൻ ശ്രമിക്കണ്ട ഉണ്ണി. നിനക്ക് നല്ലത് വരാൻ വേണ്ടി മാത്രമേ ഞാനും കാർത്തു ഇതുവരെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അതും മനസ്സിലായി. അതുകൊണ്ടാണല്ലോ കണ്ണേട്ടനിപ്പോ ജയിലിൽ കിടക്കുന്നത്. അതിന്റെ കാരണം എന്താടാ? യാഥാർത്ഥ്യങ്ങൾ മൂടി വെച്ചിട്ട് മറ്റുള്ളവർ ചെയ്ത കുറ്റം എന്റെ തലയിൽ ചാരാൻ ശ്രമിക്കരുത്. പല കഥകളും ഭാര്യ പറഞ്ഞു തന്നിട്ടുണ്ടാവും അവളുടെ കള്ളത്തരം മറയ്ക്കാൻ. ഏടത്തി ഇനി കൂടുതലൊന്നും പറയണ്ട. ഒരാള് ജയിലിൽ പോയ ശേഷം എല്ലാവരുടെ സ്വഭാവം എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. എന്താ നീ മനസ്സിലാക്കിയത്? അത് ഞങ്ങളോടൊന്ന് അറിയട്ടെ. ഒരു അനിയൻ ഏടത്തിയുടെ മുഖത്ത് നോക്കി അതെങ്ങനെ പറയും? അതെ, പലതും മുഖത്ത് നോക്കി പറയാൻ എനിക്കും ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോ ഇരുട്ടിൽ ആരോ വന്ന് ടോർച്ചടിച്ചു എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഇരുട്ടിലൂടെ നടക്കരുത് നീയും. ചുറ്റുപാട് സംഭവിക്കുന്നതിനെ പറ്റി കുറച്ചെങ്കിലും ബോധം വേണം. ഏടത്തി കണ്ണേട്ടനെ ഇടയ്ക്കെങ്കിലും കാണാൻ പോകുന്നുണ്ടോ? അത് നീ നിന്റെ ഏട്ടനോട് ചോദിച്ചു മനസ്സിലാക്ക. തിരിച്ച് അതേ ചോദ്യം ഞാൻ ചോദിക്കുവാ. നീ വല്ലപ്പോഴും കൂടിയെങ്കിലും കണ്ണേട്ടനെ കാണാൻ പോകുന്നുണ്ടോ? കുട്ടിക്കാലം മുതൽ കണ്ണേട്ടൻ നിന്നെ മടിയിലിരുത്തി ചെവിയിൽ ഓതി തന്ന ഉപദേശങ്ങൾ ഓർക്കുന്നുണ്ടോ? എവിടെ ഓർക്കാനാ? അങ്ങനെ ഓർത്തിരുന്നെങ്കിൽ അടിമുടി മാറാല കയറി ഒരുത്തിയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരത്തില്ലായിരുന്നല്ലോ. മതി, നിർത്ത്. മാറാലയും മാലിന്യം ഒക്കെ ആരുടെ ശരീരത്തിലും മനസ്സിലോ കൂടുതലെന്ന് അറിയാം. പിന്നെ അതിനെപ്പറ്റിയൊന്നും പറയണ്ട. ദയവ് ചെയ്ത് ഏടത്തി പൂജാമുറിയിൽ കയറി വിളക്ക് തെളിയിക്കാതിരുന്നാൽ നന്ന്. ചായ കുടിക്കേ. ഏടത്തി ഇനി എനിക്ക് ചായ ആയിട്ട് വരരുത്. അതെന്താ ഉണ്ണി അങ്ങനെ പറഞ്ഞത്? ചില കാര്യങ്ങളൊന്നും മുഖത്തേക്ക് പറയാൻ പറ്റില്ല. നീ ഇന്നലെ രാത്രിയും സംശയം ഉള്ളിൽ വെച്ചുകൊണ്ട് സംസാരിച്ചല്ലോ. അങ്ങനെ സംസാരിച്ചെങ്കിൽ അതിൽ കാര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാ പറഞ്ഞത് ഏടത്തി എനിക്ക് ചായ കൊണ്ട് തരണ്ടെന്ന്. ആദ്യം ഞാൻ ചായ കൊണ്ടുവരുന്നതായിരുന്നു വിജിത കയത്തം. കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം ചായയുമായി വന്നതിന്റെ പേരില് അവളെന്നെ എന്തൊക്കെയാ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടല്ലോ. ഇപ്പൊ ഏടത്തി കൊണ്ടുവരുന്നതും കുറ്റമായിപ്പോയോ? ഞാൻ പറഞ്ഞല്ലോ, കണ്ണേട്ടൻ പോയതോടെ കുത്തഴിഞ്ഞ പോക്കായിട്ടുണ്ട് ഈ വീട്ടിലുള്ളവരുടേത്. അങ്ങനെ ഒരാളെ പോയിട്ടുള്ളൂ, അത് ഉണ്ണിയേട്ടന്റെ ഭാര്യ. നീ ഇനി അവളെ എന്തു പറഞ്ഞാലും ശരി, അതൊന്നും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. വിശ്വസിക്കരുത്. എന്റെയും കാർത്തൂന്റെയും വാക്കുകൾ മാത്രം നീ തള്ളിക്കളഞ്ഞാ മതി ഉണ്ണി. അവസാനം വരെയും അങ്ങനെ തന്നെ പോയാ മതി. പക്ഷെ അതുകൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്തുകളും നീ അനുഭവിക്കണം. അത് ഞാൻ അനുഭവിച്ചോളാം.
നിങ്ങൾ രണ്ടാളും എനിക്ക് പേരുദോഷം ഉണ്ടാക്കി തരാതിരുന്നാ മതി. ഒരുത്തിയോട് കല്യാണം കഴിഞ്ഞിട്ട് ഈ വീട് വിട്ട് പോകാൻ പറഞ്ഞു. എന്നിട്ട് പോകാൻ മനസ്സില്ല. എന്താ അങ്ങനെ പോവാത്തെ? വീട് വിട്ടു പോവാൻ കല്യാണം കഴിക്കണമെന്നുണ്ടോ? ഉണ്ണിയേട്ടാ, വെറുതെ ഉണ്ണിയേട്ടൻ എന്തിനാ വായിട്ടലയ്ക്കുന്നേ? അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. എന്നാ പ്രയോജനമുള്ള ആള് തന്നെ വന്നല്ലോ. ദേ, എന്റെ കൈ കൊണ്ട് ചായ കൊടുക്കണ്ടാന്ന്. നീ തന്നെ കൊടുത്താട്ടെ. ഇനി എന്ന് രാവിലെ അടുക്കളയിൽ ചായ ഉണ്ടാക്കി വെക്കാം. നീ തന്നെ വന്നെടുത്ത് കൊടുക്ക്. എടത്തി, ഞാൻ ഇപ്പോഴീ വിളിച്ച ഏടത്തി എന്നുള്ള വിളിയുണ്ടല്ലോ, ആ വിളി നിങ്ങളായിട്ട് അവസാനിപ്പിക്കരുത്. വേണ്ട, അങ്ങനെ വിളിക്കണ്ട. പവിത്രയെന്നോ എടിയെന്നോ എന്നൊക്കെ വിളിച്ചോ. അതിൽ എനിക്ക് ഒരു വിഷമമില്ല, ഒരു സങ്കടവും ഇല്ല. ഇനിയിപ്പോ ഏടത്തിക്ക് എന്തു പറഞ്ഞാലും കുഴപ്പം കാണില്ല. നാണം കെടാൻ തീരുമാനിച്ചവര് അങ്ങനെയാ. അവര് പിന്നെ ഏത് രീതിയിലും ജീവിക്കാൻ തയ്യാറാവും. ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ആരാന്ന് ഇവിടെ ചിലർക്കറിയാം. ആരാടി ആരാടി അങ്ങനെ പോകുന്നത്? അത് ഞാൻ പറയണോ? നീ വെറുതെ സംസാരിക്കാതെ വരാൻ നോക്കടി. രണ്ടാളും രണ്ടും കൽപ്പിച്ചാണല്ലോ. അങ്ങനെയായിരുന്നെങ്കിൽ ഉണ്ണി ഇപ്പൊ ഞങ്ങളോടല്ല, നിന്നോടായിരുന്നേനെ കയർത്ത് സംസാരിക്കുന്നത്. ദീപൻ ആരാ അയാള്? ആ പേര് കേട്ടപ്പോ നീ എന്തിനാ പതറുന്നത്? അമ്പലത്തിലും ആശുപത്രിയിലൊക്കെ അയാൾക്കൊപ്പം നിന്നെ കണ്ടു. അയാൾ ആരാന്ന് ചോദിച്ചിട്ട് നീ ഒന്നും പറഞ്ഞതുമില്ല. എന്നാ വിളിക്കട്ടെ അയാളെ ഇങ്ങോട്ട്. അരുൺ സാറിനെ ഒന്ന് വിളിച്ചാ മതി. അങ്ങേരെ അയാളെയും കൊണ്ടുവരും. എന്നാ വിളിച്ചു വരുത്തടി, വിളിച്ചു വരുത്ത്. പിന്നെ അയാളെന്റെ കഴുത്തറക്കുന്നത് നിനക്കൊക്കെ കാണാമല്ലോ. നീ എല്ലാവരോടും സത്യങ്ങൾ പറഞ്ഞു നടക്കുവല്ലേ? അങ്ങനെയാണെങ്കിൽ ആദ്യം പറയേണ്ടത് ഉണ്ണിയേട്ടനോടാ. ഞാനായിട്ട് ആരോടും ഒന്നും പറഞ്ഞിട്ടുമില്ല. ഇനി അതിനുള്ള അവസരം നീ ആയിട്ടുണ്ടാക്കരുത്. ഇന്നലെ രാത്രി അവനിവിടെ വന്നിരുന്നോടി. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ആരും ഇവിടെ വന്നിട്ടില്ല. പിന്നെ അതിന് മറുപടി പറയേണ്ട കാര്യം എന്താ? എല്ലാത്തിനും മറുപടി പറയേണ്ട ഒരു ദിവസം വരും. നീ കരുതിയിരുന്നു. നിന്റെ ദേഹത്ത് വീണ മാലിന്യം മറ്റുള്ളവരുടെ ദേഹത്തേക്ക് വാരി വിതറാൻ ശ്രമിച്ച ഞാനത് സഹിക്കില്ല. എന്നെ നീ എന്ത് വേണേലും പറഞ്ഞോ. എന്റെ പവിത്രയിടത്തെ ദുഷിച്ച പിന്നെ പവിത്രയിടത്തെ ആയിരിക്കില്ല, ഞാനായിരിക്കും മൂടി വെച്ചതെല്ലാം വിളിച്ചു കൂവുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച പോലെയാ കാര്യങ്ങൾ നടക്കുന്നത്. അവളുടെ ദേഹത്ത് വീണ ചെളി കഴുകി കളയാൻ നമ്മുടെ ഭാഗത്തേക്ക് ശ്രദ്ധ തിരിച്ചു തുടങ്ങുമോ? ഏടത്തിയും പപ്പേട്ടനെയാണ് അവൾ ഉദ്ദേശിക്കുന്നത്. അതെനിക്ക് മനസ്സിലായി. എല്ലാം ഉച്ചത്തിൽ വിളിച്ചു പറയാൻ പലപ്പോഴും തോന്നും. പ്രത്യേകിച്ച് ഉണ്ണിയേട്ടൻ തെറ്റ് ചെയ്തവരെ സംരക്ഷിച്ച് നമ്മളെ പ്രതിയാക്കുമ്പോ. ഈ നശിച്ച വീട്ടിൽ നിന്ന് പോവാൻ തോന്നുവാ. നശിച്ച വീടോ? ഇത് കണ്ണേട്ടന്റെ വിയർപ്പിന്റെ ഗന്ധമുള്ള വീടാ. ഏത് മൂലയിലേക്ക് തിരിഞ്ഞാലും എനിക്കത് കിട്ടുന്നുണ്ട്. മരുമകളായി ഒരുത്തി കയറി വന്നതോടെ അതൊക്കെ പോയില്ലേ മോളെ? ഇനിയിപ്പോ ഇവിടെ നിന്നാ നാളെ എന്താകും സ്ഥിതി എന്നറിയില്ല. അവൾ ഓരോ ദിവസവും ചിന്തിച്ചുകൊണ്ടിരിക്കുക അവൾക്ക് പറ്റിയ തെറ്റ് എങ്ങനെ വഴിതിരിച്ച് വിടണമെന്ന്. നമ്മൾ ആ ദീപനോട് പോയി ചെറിയൊരു വെളിപ്പെടുത്തൽ നടത്തിയാൽ മതി. അവളുടെ ആട്ടോ അതോടെ അവസാനിക്കും. നമ്മൾ അതിനൊന്നും ശ്രമിക്കേണ്ട അടുത്തി. അരുൺ സാറും അയാളുടെ കൂട്ടുകാരനും പോലും എല്ലാം മൂടി വെച്ചിരിക്കുന്നത് അയാളെ ഒരു കൊലയാളി ആക്കാതിരിക്കാനാ. പിന്നെ നമ്മളായിട്ട് അത് ചെയ്യണം. ഈ വീട്ടിൽ വന്നേ പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഉണ്ണി എന്നോട് വെറുപ്പ് കാട്ടുമ്പോഴും അവനോട് എനിക്ക് സഹതാപം തോന്നുക മോളെ. പൊന്നിന്റെ വിലയുള്ള കണ്ണേട്ടന്റെ കാർത്തു ഇവിടെ ഉള്ളപ്പോ അവൻ കുടുംബത്തിന്റെ സ്വസ്ഥതയും സമാധാനവും കയറി വരുന്ന പെണ്ണാണെന്ന് മനസ്സിലാക്കാതെ തുരുമ്പെടുത്തുരുത്തിയുടെ പിന്നാലെ പോയി. ഉണ്ണിയേട്ടന്റെ സ്വഭാവം മാറിയില്ലേ അടുത്തി? അതുകൊണ്ടാണല്ലോ എന്നോട് ആ രാത്രി മോശമായിട്ട് പെരുമാറിയത്.
ഇപ്പോഴത്തെ ഉണ്ണിയേട്ടന്റെ സ്വഭാവത്തിനനുസരിച്ച് ഒരു പെൺകുട്ടിയെ കിട്ടി. അത്രയും കരുതിയാ മതി. എനിക്ക് ഉണ്ണിയേട്ടനോട് കുറച്ച് സഹതാപമൊക്കെ ഉണ്ടായിരുന്നു. എന്നാ സ്വന്തം ഭാര്യ മനസ്സിലാക്കാതെ ഏട്ടത്തിക്ക് നേരെ തിരിഞ്ഞപ്പോ അതൊക്കെ പോയി. തെറ്റ് ചെയ്ത പെണ്ണ് ആണിനേക്കാൾ അപകടകാരിയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് കണ്ണേട്ടൻ പറയാറുണ്ട്. അതിപ്പോ കണ്ടുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ പപ്പേട്ടൻ എനിക്ക് ആരാണെന്ന് ഉണ്ണിക്ക് നന്നായി അറിയാം. എന്നാ അവള് കഥകൾ വളച്ചൊടിച്ചു. ഉണ്ണിയെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ എന്തൊക്കെയോ കാതിൽ ഊതിക്കൊടുത്തു. ഇതിനൊക്കെ എത്ര നാളത്തെ ആയുസുണ്ടാവും ഏടത്തി? എല്ലാവരും പറയുന്ന പോലെ അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോ കണ്ണേട്ടന്റെ ഉള്ളു പെടഞ്ഞത് ദൈവങ്ങള് കാണാതിരിക്കില്ല. അതിന് കരുണമാമയ്ക്ക് പോലും ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. ഇങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക് എന്റെ കണ്ണേട്ടൻ വരണ്ട ഏടത്തി. വന്നാ വീണ്ടും ജയിലിലോട്ട് തന്നെ പോവും, അവളെ കൊന്നിട്ട്. അപ്പോഴും ഉണ്ണി പറഞ്ഞത് മോള് കേട്ടില്ലേ? അങ്ങനെയുള്ളവരെ അവന് ചായ കൊണ്ട് കൊടുത്താ മതിന്ന്. എന്റെ കയ്യിൽ നിന്ന് അവനൊന്നും വേണ്ടെന്ന്. എന്നാ പിന്നെ ഏടത്തി ഉണ്ടാക്കുന്ന ഭക്ഷണവും കഴിക്കണ്ട, അവൾ ഉണ്ടാക്കി കൊടുക്കട്ടെ. അടുക്കളയിൽ കയറാത്തവള് വെട്ടി കണ്ടിച്ചിടുന്നതൊക്കെ കഴിക്കട്ടെ. എല്ലാം കാലമാക്കിയിട്ട് അത് വിളമ്പി കൊടുക്കാനാണോ പ്രയാസം? അങ്ങനെയുള്ളവര് വെച്ച് വിളമ്പി കൊടുക്കാൻ പറയണം ഭാര്യയോട്. എന്തായാലും ഒന്ന് കരുതിയിരിക്കാം മോളെ. നമുക്ക് ഏതു നിമിഷവും ഇവിടുന്ന് പടിയിറങ്ങി പോകേണ്ടി വന്നേക്കാം. എന്റെ കുടുംബത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ദേവിക്ക് അറിയാലോ. ഞങ്ങളുടെ കുടുംബം താറുമാറാക്കരുത്. രജിത തെറ്റായ ബന്ധത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അതിനുവേണ്ടി ചെയ്യാവുന്നതൊക്കെ ചെയ്യണേ ദേവി. അമ്മയെ എന്റെ കണ്ണേട്ടിനെ തിരിച്ചു കൊണ്ടുവന്നൂടെ? എന്റെ കണ്ണേട്ടിനെ എനിക്ക് തന്നോടെ? ശല്യം ചെയ്യാനായിട്ട് വന്നതാ. കാർത്തൂനല്ല, ദേവിയെ. അങ്ങനെ ദേവിയെ ശല്യം ചെയ്താൽ മാത്രമേ കാർത്തൂന്റെ മനസ്സ് മാറൂ. അങ്ങനൊരു മനംമാറ്റം ഉണ്ടായാലേ കാർത്തു എന്നെ പരിഗണിക്കൂ. ഞാൻ എന്റെ മനസ്സിലുള്ളതൊക്കെ തുറന്നു പറഞ്ഞതല്ലേ? അതെ, അത് അതിൻ്റെതായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടിട്ടുമുണ്ട്. എന്നാ മനസ്സിൽ കയറിയ ഒരാളെ മറക്കാന്ന് പറഞ്ഞാ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അത് പറ്റില്ല എന്ന് തന്നെ പറയാം. ഈ ലോകത്ത് ഒരുപാട് പെൺകുട്ടികളുണ്ട്. എന്നാൽ അവരിൽ പലരും ഭാര്യയാകാൻ യോഗ്യത ഇല്ലാത്തവരാ ഒരു കുടുംബത്തിലേക്ക് കയറി ചെല്ലാനും. എന്റെ ഫ്രണ്ട്സിന്റെ പലരുടെയും വിവാഹ ജീവിതം ഫ്ലോപ്പാ. അവരുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചെന്താന്ന് മനസ്സിലാക്കിയിട്ടാ ഞാൻ നല്ലൊരു പെൺകുട്ടിയെ തേടി നടന്നത്. അറിഞ്ഞോ അറിയാതെയോ കാർത്തു മുന്നിലൊന്ന് പെട്ടു. അന്ന് ഞാൻ ഉറപ്പിച്ചു, ഇയാൾ എന്റെ പെണ്ണെന്ന്. അത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞതല്ലേ സർ? പറഞ്ഞു, അതെനിക്ക് മനസ്സിലാകുകയും ചെയ്തു. പക്ഷെ കാർത്തൂനെ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ ഭാര്യയായി വേണ്ടാന്ന് തീരുമാനിച്ച എന്റെ മനസ്സ് ഇനി തിരുത്തി പറയുന്നു തോന്നുന്നില്ല. അങ്ങനെയെങ്കിൽ കാർത്തൂന് വേണ്ടി ഇനിയും കാത്തിരിക്കേണ്ടി വരും. അതിന്റെ ഫലം കണ്ടില്ലെങ്കിൽ ഇനിയൊരു വിവാഹം വേണ്ടാന്നങ്ങ് തീരുമാനിക്കും.
എനിക്ക് വട്ടുണ്ടോന്ന് പലരും ചോദിക്കായിരിക്കും. അങ്ങനെ ചോദിക്കുന്ന പലരുടെയും ലൈഫ് അത്ര സുഖമായിട്ടൊന്നുമല്ല മുന്നോട്ട് പോകുന്നത്. ഉണ്ണിയുടെ കാര്യം തന്നെ എടുക്കാം. അവരുടെ ദാമ്പത്യത്തിൽ എന്ത് സത്യസന്ധത ഉള്ളത്? കാവിശ്ശേരി കരണൻ ഉണ്ണിയെ വിലയ്ക്ക് വാങ്ങി. വിവാഹത്തിന് മുമ്പും ശേഷവും കാമുകനുമായി ചുറ്റിക്കറങ്ങുന്ന മകളെ സംരക്ഷിക്കാൻ. ഭാര്യമൊത്ത് വളരെ കുറച്ചുനാൾ മാത്രമേ ജീവിക്കാൻ ഭാഗ്യമുള്ളെങ്കിൽ പോലും അവരുടെ സ്നേഹവും പരിചരണവും ജീവിതകാലം മുഴുവൻ ഉള്ളിൽ പച്ചപിടിച്ച് നിൽക്കണം. മരണത്തിലൂടെ അല്ലാതൊരു വേർപിരിയൽ പാടില്ല. അങ്ങനെ വിശ്വസിക്കുന്നതാണ് ഞാൻ. കണ്ണേട്ടൻ ജയിലിൽ പോയപ്പോ അദ്ദേഹം ജയിൽ പുള്ളി എന്ന് പറഞ്ഞ് പവിത്രടുത്ത് കൈയൊഴിഞ്ഞോ? അദ്ദേഹത്തെ കുറ്റക്കാരനായിട്ട് കണ്ടോ? അതാണ് ഭാര്യ. അങ്ങനെ ഒരാളെയാണ് ഞാനും തേടിക്കൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ ചിന്തയോടെ മുന്നോട്ട് പോയാ സാറിന്റെ പ്രായം കൂടെ ഉള്ളൂ. ഒരു വിവാഹത്തിന് അടുത്തൊന്നും സമ്മതം മൂളാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതിനുവേണ്ടിയാ ഞാൻ ദേവിയെ കാണാൻ വന്ന്. ഞാനും കാർത്തുവും ആത്മാർത്ഥമായിട്ട് വിളിക്കുന്ന ദേവിയാ. നമ്മുടെ പ്രാർത്ഥന, അതിൽ ആത്മാർത്ഥത. ദേവി കാണട്ടെ, എന്നിട്ടൊരു തീരുമാനം എടുക്കട്ടെ. ഞാനൊരു പക്ഷേ ഈ സ്ഥലത്തുനിന്ന് മാറിപ്പോയേക്കാം. എത്ര ദൂരേക്ക് പോയാലും എന്റെ മനസ്സിവിടെ വെച്ചിട്ടാ പോകുന്നത്. അതുകൊണ്ട് എപ്പോഴെങ്കിലൊക്കെ മടങ്ങി വരും. ഇതേ ചോദ്യം ആവർത്തിക്കാൻ. എന്റെ കാത്തിരിപ്പ് അവസാനിച്ചോന്നറിയാം. എനിക്ക് വിവാഹം എന്ന് കേൾക്കുന്നതേ ഇപ്പൊ ഭയവാ. ആദ്യമായിട്ട് സ്നേഹിച്ചാളെ മനസ്സിൽ നിന്ന് കളയാൻ പറ്റില്ല. ഉണ്ണിയെ കാർത്തു ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ടോ? ഉണ്ണിയേട്ടൻ ഇപ്പോ വിജിതയുടെ ഭർത്താവാ. മറ്റൊരാൾക്ക് സ്വന്തമായ ഒരാളെ ഞാൻ ഒരിക്കലും ഉള്ളിക്കൊണ്ട് നടക്കില്ല. അല്ലെങ്കിൽ തന്നെ ഉണ്ണിയേട്ടനോടുള്ള സ്നേഹം ഉണ്ണിയേട്ടൻ തന്നെ കളഞ്ഞതാ, കുറെ മാസങ്ങൾക്ക് മുന്നേ തന്നെ. അതിനെപ്പറ്റി ഇനി ചോദിക്കണ്ട. ഉണ്ണിയേട്ടൻ മനസ്സിലുള്ളോണ്ടല്ല ഞാൻ സാറിനെ വേണ്ടാന്ന് പറഞ്ഞത്. അതിന്റെ കാരണം നേരത്തെ വ്യക്തമാക്കിയതാ. പിന്നെ ദേവി സാറ് പറയുന്നത് പോലെ മറിച്ച് ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഞാൻ ഈ തീരുമാനം മാറ്റിയേക്കാം. എന്റെ ഉള്ളില് സാറിനോടൊരു ഇഷ്ടമുണ്ട്. എന്നാ ഭാര്യയാവാൻ പേടിയാ. കാർത്തുവിന്റെ ആ പേടി മാറ്റണം ദേവി. അവളെ എനിക്ക് തരണം. അങ്ങനെയെങ്കിൽ ഈ മുറ്റത്ത് ദേവിയെ സാക്ഷിയാക്കി തന്നെ ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിക്കോളാം. ഞാൻ ഇറങ്ങാം അമ്മേ. എല്ലാം കഴിച്ചിട്ടാണോ മോനെ പോകുന്നേ? എനിക്കൊന്നും വേണ്ട. അയ്യോ, ഒന്നും കഴിക്കാതെ പോവാണോ? ഹോസ്പിറ്റലിലെ ക്യാൻറ്റീന്ന് കഴിച്ചോളാം. എന്താ നിനക്ക് പറ്റിയത്? ഞാൻ അടിനെ ഒന്നും പറയുന്നില്ല അമ്മേ. അമ്മ പറഞ്ഞ ശരിയാ. വീടിനകത്തുള്ള പെണ്ണുങ്ങൾ ശരിയല്ലെങ്കിൽ ഓരോരോ ആപത്തുകൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കും. കണ്ണേട്ടൻ ജയിലിൽ കിടക്കുന്നതിന് ഇവിടെ പലർക്കും ഒരു സങ്കടവുമില്ല. പിന്നെ പുറമേ അത് കാട്ടുന്നു മാത്രം. അത് നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? എടാ, അവളുമാര് രണ്ടും കള്ളികളാടാ. അവളുമാരെന്തോ കൂടോത്രം ചെയ്താ വിജിത മോളെ കയ്യിലെടുത്തിരിക്കുന്നത്. നീ ആ കൊച്ചിനെ പറഞ്ഞ് തിരുത്തണം. ഈ വീട്ടിൽ വാഴാത്തവരെയൊക്കെ അടിച്ച് വെളിയിലിറക്കണം. ഇനിയിപ്പോ രണ്ടും പുറത്തു പോയാലും ഞാൻ തടയാൻ നിൽക്കുന്നില്ല. എനിക്കും വെറുപ്പായി തുടങ്ങി രണ്ടാളോടും. ഒരുത്തി വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. വേറൊരാളുടെ കാര്യം ഞാൻ പിന്നെ പറയുന്നുമില്ല. നീ പറഞ്ഞില്ലെങ്കിൽ എനിക്കറിയാടാ അവളുടെ വഴിവിട്ട പോക്കൊക്കെ. പപ്പനുമായിട്ടേ അവക്ക് വേണ്ടാത്ത അടുപ്പമൊക്കെ ഉണ്ട്. അത് സത്യമാണെങ്കിൽ അവര് പ്രാർത്ഥിക്കുന്നുണ്ടാവും കണ്ണേട്ടൻ തിരിച്ചു വരരുതേ എന്ന്.
തന്നെ നിമിത്തം വരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വന്നാ പോരായിരുന്നോടി. മനസ്സും ശരീരം ശുദ്ധമില്ലാത്തോളാ അമ്പലത്തിൽ പോണേ. എന്റെ കാര്യത്തിൽ അമ്മയ്ക്ക് അങ്ങനെ ഒരു സംശയം വേണ്ട. ഇവിടെ ചിലരെക്കാളും പവിത്രത ഉണ്ട് എനിക്ക്. ഏടത്തിക്കാണോ നിനക്കാണോ ഈ പറഞ്ഞ പവിത്രത കൂടുതൽ? ഉണ്ണിയേട്ടൻ കൂടുതലൊന്നും സംസാരിക്കണ്ട. ഉണ്ണിയേട്ടന്റെ ഭാര്യയെക്കാളും എന്തായാലും ഞാനും പവിത്രയെടുത്തെയൊക്കെ പരിശുദ്ധി ഉള്ളവർ തന്നെയാ. അതില് തർക്കമൊന്നും വേണ്ട. ഇവിടെ മട്ടും ഭാവം കണ്ടോടാ മോനെ. ഇവിടെ സംസാരം കേട്ടോ. വിജിത പഴയ പോലെ ഇവളെയും പവിത്രടത്തെയും വേദനിപ്പിക്കുന്നില്ല. പരമാവധി സഹായിക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ലോക്കറിലിരിക്കുന്ന സ്വർണ്ണം എടുത്തു കൊടുക്കാന്ന് പറഞ്ഞത് വിവാഹത്തിന്. എന്നിട്ട് പോകാത്തത് ഇവളല്ലേ? പോകത്തില്ലടാ. ഒരുത്തി പപ്പന്റെ പിന്നാലെ. ഇവിടെ നിന്നെ മനസ്സിലിട്ടോണ്ട് ഇവിടെ